ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി ദെൻ ബി ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് ബി ഡി ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പറയുമ്പോൾ എ ഡി ഈക്വൽ ടു ഡി സി ആണ്. അത് 6 മീറ്റർ ആയിരിക്കും. കാരണം മൊത്തം എ സി എന്ന് പറയുന്നത് 12 ആണെങ്കിൽ എ ഡിയും ഡി സിയും ഈക്വൽ ആണ്. അത് 6 മീറ്റർ എന്ന് കിട്ടി. നമുക്കിവിടെ ബി ഡി ആണ് കാണേണ്ടത്. ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. പൈതഗോറസ് തിയറി യൂസ് ചെയ്തു. അപ്പോൾ അവിടെ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 6 റൂട്ട് 2 സ്ക്വയർ മൈനസ് എ ഡി എന്ന് പറയുന്നത് 6. അപ്പോൾ റൂട്ട് ഓഫ് 72 മൈനസ് 36 is equal to root 36. Root 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 6 മീറ്റർ ആണ് കിട്ടുന്നത്. അടുത്തത് മെഷർ ഓഫ് ആംഗിൾ എ ആണ്. ആംഗിൾ എയുടെ മെഷർ. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ എയുടെ മെഷറാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ സൈഡ് നമുക്കറിയാം, ഇതും 6 ആണ്. ഈ രണ്ട് സൈഡും അറിയാം, ഇതും അറിയാം. ഏത് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ എ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ടാൻ എ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 6/6. അതായത് ബി ഡി ബൈ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/6 is equal to 1. അപ്പോൾ ടാൻ എ 1 കിട്ടണമെങ്കിൽ ആംഗിൾ എ എന്തായിരിക്കണം? ആംഗിൾ എ ഈക്വൽ ടു 45 ഡിഗ്രി. അതായത് ടാൻ 45 ആണ് 1. അപ്പോൾ നമ്മൾ മെഷർ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് 45. ഇനി മെഷർ ഓഫ് ആംഗിൾ സി. ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ആംഗിൾ സി എന്ന് പറയുന്നത് അതായത് ടാൻ സി ഈക്വൽ ടു, ഇവിടെ ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ടാൻ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബി ഡി ബൈ സി ഡി ആണ് വരുന്നത്. ബി ഡി ബൈ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 6/6 is equal to 1. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നതും 45 ഡിഗ്രി തന്നെ. അപ്പോൾ അതിലും ആംഗിൾ സിയും 45. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എ പ്ലസ് കോസ് സി. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് സൈൻ എ പ്ലസ് കോസ് സി ആണ്. 45 ഡിഗ്രിയാണ് കിട്ടിയിട്ടുള്ളത്. ആംഗിൾ സിയും 45 ഡിഗ്രിയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എ പ്ലസ് കോസ് സി. സൈൻ എ പ്ലസ് കോസ് സി ആണ് നമുക്ക് കാണേണ്ടത്. സൈൻ എ എന്ന് പറയുമ്പോൾ സൈൻ എ ഈക്വൽ ടു എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 6 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഇവിടെ 6 റൂട്ട് 2. അപ്പോൾ 6 ക്യാൻസലായി 1/√2 എന്ന് കിട്ടി. ഇനി അടുത്തത് കോസ് സി. കോസ് സി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് സി ഡി 6 ഡിവൈഡ് ബൈ 6 റൂട്ട് 2 ഈക്വൽ ടു 1/√2. അപ്പോൾ സൈൻ എ പ്ലസ് കോസ് സി എന്ന് പറയുന്നത് 1/√2 പ്ലസ് 1/√2. 1/√2 പ്ലസ് 1/√2 എന്ന് പറഞ്ഞാൽ 2/√2. 2/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/√2 റൂട്ട് ക്യാൻസൽ, 2 ക്യാൻസൽ ആകുമ്പോൾ √2. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് √2. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ സ്ക്വയർ സി പ്ലസ് ടാൻ സ്ക്വയർ എ ആണ് കാണേണ്ടത്. ടാൻ സ്ക്വയർ സി പ്ലസ് ടാൻ സ്ക്വയർ എ. അപ്പോൾ ടാൻ സ്ക്വയർ സി എന്ന് പറഞ്ഞാൽ ടാൻ സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് 6 അഡ്ജസൻറ്റ് സൈഡ് 6 1 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് അതുപോലെ ടാൻ എ എന്ന് പറയുന്നതും 6/6 1 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ സി പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ആൻസർ 2 ആണ് കിട്ടുന്നത്. ദ വാല്യൂ ഓഫ് ആംഗിൾ എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എം എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കിട്ടണം. ഈ ആംഗിൾ കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ 3 സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എം എന്ന് പറയുന്നത് ടാൻ എം ആണ് എടുക്കുന്നതെങ്കിൽ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 4/4√3 എന്ന് വരും. 4/4√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ്. 1/√3 എന്ന് പറയുന്നത് ടാൻ്റെ ഏത് വാല്യൂവിനാണ് 1/√3 കിട്ടുന്നത്? ടാൻ 30 ആണ്. ടാൻ 30 ഈക്വൽ ടു 1/√3. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞ ആംഗിൾ എം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അടുത്തത് ദ വാല്യൂ ഓഫ് ആംഗിൾ കെ. കെ ആണ് കാണേണ്ടത്.
അത് നമുക്ക് വേണമെങ്കിൽ ടാൻ തന്നെ എടുക്കാം. ടാൻ കെ ഈക്വൽ ടു ഇതിൻ്റെ ഓപ്പോസിറ്റ് 4√3 ഡിവൈഡ് ബൈ 4. ഇപ്പോൾ ക്യാൻസലായി √3. √3 എന്ന് പറയുമ്പോൾ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും 60 ഡിഗ്രി. ടാൻ 60 ആണ് √3 വരുന്നത്. അപ്പോൾ 60 ഡിഗ്രി. ഈ 3 ആംഗിളും ആഡ് ചെയ്താൽ 180. ഇവിടെ 30, ഇത് 60, ഇത് 90, 180 കിട്ടി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ എം. ടാൻ എം എന്ന് പറയുന്നത് 1/√3. sec square m മൈനസ് 1. sec square m മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻസ്ക്വയർ അത് ഐഡന്റിറ്റി ആണ്. അതായത് sec square m മൈനസ് ടാൻ സ്ക്വയർ m ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് sec square m മൈനസ് 1 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ m ആണ്. അപ്പോൾ ആൻസർ ടാൻ സ്ക്വയർ m. അടുത്തത് ദ വാല്യൂ ഓഫ് ടാൻ സ്ക്വയർ 45 മൈനസ് 1 ബൈ ടാൻ സ്ക്വയർ 45 പ്ലസ് 1. ടാൻ സ്ക്വയർ 45 അതായത് ടാൻ 45 1 ആണ്. 1 മൈനസ് 1 ബൈ 1 പ്ലസ് 1 അപ്പോൾ എത്രയാണ് 0. ഇതിൻ്റെ ആൻസർ 0. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.